സ്വന്തം മിഥിലാമിസ്സാണ്. മക്കളെ, സ്കൂള് തുറന്നു. എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ബേസിക് സയൻസ് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് മാറ്റങ്ങളുടെ രസതന്ത്രം, അല്ലെ? ദ കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾ പഠിക്കാൻ പോകുന്ന പല കാര്യങ്ങളും ഈ ചാപ്റ്ററിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. അപ്പൊ ബേസ് തന്നെ സെറ്റ് ആയെങ്കിൽ പിന്നെ ബിൽഡിംഗ് പണിതിട്ട് എന്താ കാര്യം, അല്ലെ? അപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ കൃത്യമായിട്ട് അറിയില്ല എങ്കിൽ പിന്നെ അങ്ങോട്ട് പഠിച്ചിട്ട് എന്താ കാര്യം? പക്ഷേ പേടിക്കണ്ട, എല്ലാത്തിനും പരിഹാരമുണ്ട്. ഞാനുണ്ട് നിങ്ങളുടെ കൂടെ. മക്കളെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട്, ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞു എന്നെ കുഞ്ഞുങ്ങൾ എല്ലാവരും ഉറപ്പുവരുത്തുക. അപ്പൊ ആദ്യം തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ പ്രസന്റ് ചെയ്യുന്ന ആളാണ് സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഖരം, ദ്രാവകം, വാതകം. ഈ മൂന്നാൾക്കാരെയും ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് തരികയാണ് കേട്ടോ. അപ്പൊ ഇവരെ മൂന്ന് പേരെയും കാണുമ്പോൾ എന്തെല്ലാം പ്രത്യേകതകളാണ് എന്റെ കുഞ്ഞുങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഇവരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലെ? സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥ എന്ന് പറയുമ്പോൾ പാർട്ടിക്കിൾസ് എല്ലാവരും ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്, അല്ലെ? അവരുടെ ഇടയിലുള്ള സ്പേസ്, അകലം എന്ന് പറയുന്നത് വളരെ ചെറുതാ. എന്റെ കുഞ്ഞുങ്ങളെ നോക്കിക്കേ, ദാ ഇവിടെ ഓരോ പാർട്ടിക്കിളും ഇങ്ങനെ തൊട്ടൊരു മീറിനാൾ കൊതിയായി എന്ന് പറഞ്ഞ് തൊട്ടടുത്ത് ഇരിക്കുകയാണ്, അല്ലെ? അപ്പൊ ഖരാവസ്ഥ അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റിനെ പറ്റി പറയുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, കണികകൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് വളരെ കുറവാണ്, കാണാൻ സാധിക്കുക, അല്ലെ? അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇത് തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ കൂട്ടുകാരെ തൊട്ടടുത്തിരിക്കുക, നീ എങ്ങും പോവണ്ട, എന്റെ അടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ പിടിച്ചു വെക്കാറുണ്ട്, അല്ലെ? അപ്പോ അടുത്തിരിക്കുന്ന ഒരാളെ നമുക്ക് പിടിച്ചു വെക്കാൻ വളരെ എളുപ്പമാണ്, അല്ലെ? അകന്നകന്നു പോകും തോറും നമുക്കിങ്ങനെ പിടിച്ചു വെക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. സോ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അകലം വളരെ കുറവാണ്. പാർട്ടിക്കിൾസ് തൊട്ടടുത്തിരിക്കുകയാണെങ്കിൽ അവരെ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ്, ഇവര് പരസ്പരം അട്രാക്ട് ചെയ്തുകൊണ്ടായിരിക്കുന്നേ, പരസ്പരം ആകർഷിച്ചുകൊണ്ടായിരിക്കുന്നേ. സോ ഈ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളെ ഒരാൾ മുറുക്കെ പിടിച്ച് വെച്ചിരിക്കുക, അപ്പൊ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല, അല്ലെ? അപ്പൊ മൂവ്മെന്റ് എന്ന് പറയുന്നത് അവിടെ വളരെ കുറവാണ്. ചലന സ്വാതന്ത്ര്യം, ചലിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല, അല്ലെ? ചലന സ്വാതന്ത്ര്യം വളരെ കുറവാണ്. അതായത് സോളിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ഖരാവസ്ഥയെ പറ്റി പറയുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഓക്കെ, ഇനി അതേപോലെ അട്രാക്റ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ ആകർഷണ ബലം വളരെ കൂടുതലാണ്. ഇനി അവരുടെ മൂവ്മെന്റോ ചലന സ്വാതന്ത്ര്യമോ വളരെ കുറവാണ്. ഓക്കെ, ഇനി നമുക്ക് ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് വരാം, ദ്രാവകാവസ്ഥയിലേക്ക് വരാം. എടാ മക്കളെ, ലിക്വിഡ് സ്റ്റേറ്റിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും സോളിഡ് സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, ഖരാവസ്ഥയുമായി താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ പറയാ. നോക്കിക്കേ, സോളിഡ്സിനെ വെച്ച് നോക്കുമ്പോൾ പാർട്ടിക്കിൾസിന്റെ ഇടയിൽ കുറച്ചും കൂടെ ഒക്കെ സ്പേസ് ഉണ്ട്, അല്ലെ? കുറച്ചും കൂടെ അകലം ഇങ്ങനെ വന്നു. അപ്പൊ അകലം കുറച്ച് കൂടിക്കഴിഞ്ഞാൽ അട്രാക്റ്റീവ് ഫോഴ്സിന് എന്താ പറ്റുക? നാളാച്ചോക്ക് ഇങ്ങനെ തൊട്ടടുത്തിരുന്നാൽ ഇങ്ങനെ മുറുക്കെ പിടിക്കാം. ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഇങ്ങനെയായി, അല്ലെ? അപ്പൊ അട്രാക്റ്റീവ് ഫോഴ്സ് കുറഞ്ഞു, ആകർഷണ ബലം അവിടെ കുറയും. ആകർഷണ ബലം കുറഞ്ഞാൽ നമുക്ക് കുറച്ചൊക്കെ ഒന്ന് മൂവ് ചെയ്യാം, അല്ലെ? കുറച്ചൊക്കെ ചലന സ്വാതന്ത്ര്യമുണ്ട്, കുറച്ചൊക്കെ ചലനമുണ്ട് എന്ന് പറയാം. സോ കമ്പയർഡ് ടു സോളിഡ്സ്, ഖരാവസ്ഥയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിൽ കണികകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്, പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുതലാണ്, അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണ്, മൂവ്മെന്റ് കൂടുതലാണ്. ഓക്കെ, കണികകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്, ആകർഷണ ബലം കുറവാണ്, അപ്പോൾ അവരുടെ ചലനം എന്ന് പറയുന്നത് കൂടുതലാണ്. ഇനിയാണ് നമ്മൾ other than നമ്മളുടെ gaseous state, വാതകാവസ്ഥ. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇവിടെ കണ്ടൂടെ? നോക്കിക്കേ, ഒരാൾ ഇപ്പുറത്തെ വീട്ടിലാണെങ്കിൽ മറ്റേ ആൾ അപ്പുറത്തെ വീട്ടിലായിരിക്കുന്നത്, അല്ലെ? അപ്പൊ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കൂടുതലാണ്. നോക്കിക്കേടാ, വളരെ കൂടുതലാ. അപ്പൊ അട്രാക്ട് ചെയ്യാനോ, അലീന കരളേ നിൻ കൈ പിടിക്കാൻ എന്ന് പറഞ്ഞ പോലെയാ. പാർട്ടിക്കിൾസ് തമ്മിൽ അട്രാക്ട് ചെയ്യാൻ ഭയങ്കര പാടാ, അല്ലെ? ഡിസ്റ്റൻസ് ഇങ്ങനെ വളരെ കൂടുതലാ. അപ്പൊ പാർട്ടിക്കിൾസ് തമ്മിലുള്ള അട്രാക്ഷൻ ഇങ്ങനെ കുറഞ്ഞിട്ടായിരിക്കുന്നത്. ആകർഷണ ബലം വളരെ കുറവാ. അട്രാക്റ്റീവ് ഫോഴ്സ് കുറവാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നോക്കിക്കേ, അപ്പൊ ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ, വാതകാവസ്ഥയിലേക്ക് വരുമ്പോൾ പാർട്ടിക്കിൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഡിസ്റ്റൻസ് വളരെ കൂടുതലായതുകൊണ്ട് അവിടെയുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറവാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മൂവ്മെന്റ് അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും.
കിട്ടിയോ എന്റെ മക്കൾക്ക്? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ നോക്കിക്കേ, ഒരു ബസ്, ഒരു നിറയെ ആൾക്കാരുള്ള ബസ്സുമായിട്ട് നിങ്ങൾ സങ്കല്പിച്ച് നോക്കിയാൽ മതി സോളിഡ് സ്റ്റേറ്റിനെ. നമുക്ക് നിന്ന് തിരിയാൻ പറ്റില്ല, ആൾക്കാരെല്ലാരും തൊട്ടടുത്താ ഇരിക്കുന്നത് അല്ലെ, അപ്പൊ അനങ്ങാനേ പറ്റത്തില്ല. അതേപോലെയാണ് സോളിഡ് സ്റ്റേറ്റ്. പാർട്ടിക്കിൾസ് എല്ലാം അടുത്തടുത്താണ് ഇരിക്കുന്നത്, അട്രാക്റ്റീവ് ഫോഴ്സ് വളരെ കൂടുതലാണ്, അനങ്ങാൻ പറ്റില്ല, ചലനമേ ഇല്ല. ഓക്കെ ആണോ? തീരെ ഇല്ലാത്ത ഒരു ബസ്സുമായിട്ട് നിങ്ങൾക്ക് ഗേഷ്യസ് സ്റ്റേറ്റിനെ കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം എന്താ? ആൾക്കാർ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നടക്കാം, അതാണ് നമ്മുടെ ഗേഷ്യസ് സ്റ്റേറ്റ്. അപ്പോൾ ഈ ഒരു പട്ടിക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ അറിഞ്ഞിരിക്കണം. സോളിഡ് സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലെസ് ആണ് അല്ലെ, വെരി ലെസ് ആണെന്ന് പറയാം. വളരെ കുറവാണ്, വെരി ലെസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾസ്, കണികകൾ തമ്മിലുള്ള ആകർഷണ ബലം എങ്ങനെയാ മക്കളെ? അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഹൈ അല്ലെ, വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ മൂവ്മെന്റോ വെരി ലെസ്, വളരെ കുറവാണ്. അപ്പൊ കണികകൾക്കിടയിലെ ആകർഷണ ബലം വളരെ കൂടുതലാണെന്ന് പറയാം. പിന്നെ കണികകളുടെ ചലന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കുറവാണ്. ഇനി നമുക്ക് നമ്മുടെ ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് പോവാം. സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് കുറച്ചും കൂടെ കൂടുതലാണ് അല്ലെ. അപ്പൊ മോർ ദാൻ സോളിഡ്സിനെക്കാട്ടിലും കൂടുതലാണ്. ലിക്വിഡ്സിന് എപ്പോഴും നമ്മൾ അങ്ങനെ പറയാ, ഖരാവസ്ഥയെക്കാട്ടിലും കൂടുതലാണെന്നാ പറയാ. അട്രാക്ഷൻ ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ലെസർ ദാൻ സോളിഡ്സ്. ഓക്കെ, അവസ്ഥയെക്കാട്ടിലും കുറവാണ്, അല്ലെങ്കിൽ ലെസർ ദാൻ സോളിഡ്സ്. ഇനി മൂവ്മെന്റ് മക്കളെ, മോർ ദാൻ സോളിഡ്സ്. ഓക്കെ, സോളിഡ്സിനെക്കാട്ടിലും കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. എപ്പോഴും നമ്മൾ അങ്ങനെ കമ്പയർ ചെയ്തിട്ടാ പറയാ. ഇനി ഗേഷ്യസ് സ്റ്റേറ്റിലേക്ക് വരുമ്പോഴോ നമ്മുടെ സ്പേസ് ബിറ്റ്വീൻ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് അല്ലെ, വളരെ കൂടുതലാണ്, വെരി ഹൈ, വളരെ കൂടുതൽ. അട്രാക്ഷനോ വെരി ലെസ്, ഒന്നുമില്ല, തീരെ ഇല്ല അല്ലെ, വളരെ കുറവ്. ഇനി മൂവ്മെന്റോ മക്കളെ, വെരി ഹൈ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് കേട്ടോ. കാരണം ഈ ടോപ്പിക്കിൽ നിന്നാണ് ഇനി അങ്ങോട്ട് നമുക്ക് ഒരുപാട് ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, അവസ്ഥാ പരിവർത്തനത്തെ പറ്റിയിട്ടൊക്കെ പഠിക്കാനുണ്ട്. അപ്പൊ ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള നമ്മുടെ അവസ്ഥാ പരിവർത്തനമൊക്കെ അടിപൊളിയായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. സോ ഇത്രയുള്ളൂ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത ക്ലാസ്സിൽ മിസ് ലൈവ് എടുക്കാൻ വരുമ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കും. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ ആണോ? അപ്പൊ മക്കളെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക, ലൈക്ക് ചെയ്യുക. അതേപോലെ ഈ ഒരു ചോദ്യത്തിന്റെ ഉത്തരം ഓക്കെ നിങ്ങൾ എല്ലാവരും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ.